അപ്പൊ ഇന്ന് നമ്മള് ഫാമിലി ആയിട്ട് എല്ലാരും കൂടെ റാഷിണ്ട്, മറിയുണ്ട്, സൈബുണ്ട്, ഉമ്മ ഉണ്ട്, എല്ലാരും കൂടെ നമ്മള് മാമന്റെ കുടിരിക്കലിന് പോവാണ്. ഇതെന്താ അറിയോ ഇവിടെ ഈ സാധനം ഇട്ടേക്കുന്നത്? ഇത് ഞാനൊരു ദിവസം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇത് അടച്ചില്ല. അപ്പൊ ഇതിനുള്ളിൽ കേറിയപ്പോ നല്ല മണും അതേപോലെ തന്നെ മൊത്തം നനഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഡ്രസ്സിലാവാതിരിക്കും. പൂച്ച കയറിയിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ 6 മണിക്കറ്റ കാണുന്നത്. ഞാൻ ഇതിന്റെ ഡോറ് അടയ്ക്കുന്നത് രാവിലെ 10 മണിക്ക്. അതായത് പൂച്ചനെ കയറിയിട്ട് പൂച്ചനെ 2 പ്രാവശ്യം ആട്ടിയിട്ടുണ്ട്. എന്നിട്ട് മോളില് വന്ന് കൊട്ടിട്ടൊന്നും പറഞ്ഞില്ല. ആശയല്ലേ ഇത്തിരി ശുണ്ടിയിലാണ്. ആശുപത്രി ശുണ്ടിയിലാണ്. അതുകൊണ്ടാണോ ചിരിക്കാത്തത്? ഇന്നത്തെ ദിവസം അങ്ങനെയാണ് ക്ലൈമറ്റ്. ഒപ്പത്തിരി മഴയൊക്കെ മറിയൂന് ചുണ്ടിണ്ടാ? ഓള് ചുണ്ടിയല്ല, ഉറക്കാണ്. ഇനി അപ്പതാ നമ്മള് തിരൂര് മംഗലത്തേക്കാ പോണ. ആദ്യം മംഗലത്ത് പോയിട്ട് നമുക്ക് മംഗലത്തമ്മനാണ്ട് പൊക്കാം അല്ലേ? എന്നിട്ട് അല്ലേ ഞാൻ എന്നോടല്ലേ പറഞ്ഞേ? അല്ലേ ഓക്കെ അല്ലേ? എന്ത് കണ്ണങ്കണ്ടിയുടെ വലിയ ഷോറൂം. പാട്ട് പാട്ട് പാട്ട്. ഈ ചിഞ്ഞ കുട്ടിയാന്ന് വിചാരിച്ചിരിക്കാണ്. എന്താണ് മറിയോ എന്താ പറഞ്ഞത്? ചാന്തുവത്ത് ജസ്റ്റ് ചോദിച്ചത് എന്തായിരുന്നു? എന്താണ് ഇവിടെ തടി കുറഞ്ഞത്? മെലിഞ്ഞെന്താന്ന്? ഡേറ്റിംഗ് ആണെന്ന്. ഡേറ്റിങ്ങിനല്ല, നമ്മള് ഓൾറെഡി കല്യാണം കഴിച്ച്. ഭർത്താവ് നമ്മളെ നെയ്ബറാട്ടോ ചാന്തുവത്ത. ചാന്തുവത്ത ഹായ് പറ, ഒരു ഹായ് പറ. കുക്കറി ചാന്തുവത്തിന്റെ ബിരിയാണി ഒന്ന് പറഞ്ഞു തരണേ. നിങ്ങളെ ബിരിയാണി ഉണ്ടാക്കണം. ചാന്തുവത്തിന്റെ ബിരിയാണി ഉണ്ടാക്കുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാല് വെരി ഡിഫറെന്റാ. ആ ബിരിയാണി തിന്നാനും നല്ല ടേസ്റ്റാ, കുറച്ച് സ്പൈസി ഒക്കെ ആയിട്ട്. ഓ എനിക്കിപ്പോഴും ഇഷ്ടമാണ്. കുറച്ച് സ്പൈസി ഒക്കെ ആയിട്ട് അതെ അതെ. അങ്ങനത്തെ ഹായ് 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 കൊടുക്ക്. ഹായ് കൈ ഹായ് ഹായ്. മംഗലത്തെ മങ്ങൾക്ക് അറിയില്ല, റാശി ശുണ്ടി പിടിച്ചിക്ക. ആ ഭയങ്കര ശുണ്ടിയില്ല അവന്. ആ ശുണ്ടി അറിയില്ല നിങ്ങക്ക്? നിങ്ങളെ മുണ്ടിയോ അവൻ കേറിട്ട്? നിങ്ങൾ എന്താണ് ഇതൊക്കെ ഇങ്ങനെ പോയി പോരല്ലോ? അവർക്ക് കല്യാണം നോക്കുന്നില്ലേ? എന്താപ്പത്? ഓൾക്ക് കല്യാണം നോക്കണില്ലേ? നിങ്ങൾക്ക് നോക്കിക്കൂടെ? ഓ നാട് നിറഞ്ഞു നിക്കല്ലോ മംഗലത്തമ്മ. നാട് നിറഞ്ഞു നിക്കല്ലോ അവന്. നാട് നിറഞ്ഞു നിക്കല്ലേ? ആ അത് നിങ്ങക്ക് അറിയില്ല? ഇത്രയും വലിയൊരു കുണ്ടനായിട്ടില്ലേ? ആ നമ്മളെ നാട്ടിലെ നമ്മളെ നാട്ടില് കുണ്ടന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കന്മാരെന്നാണ്. മംഗലത്തമ്മ റാശി പറഞ്ഞ കറക്റ്റാ. ആ അപ്പോലെ കെട്ടിക്കാൻ വെക്കിട്ടാ. ഓനക്ക് വഴിയൊക്കെ അറിയാം അല്ലേ? എനിക്ക് അതിന് വയസ്സായിട്ടില്ലല്ലോ അത്ര. തീരായില്ല, മുടിയൊക്കെ നരച്ചു തുടങ്ങി. എനിക്ക് വയസ്സൊന്നും മുടി കാണിച്ചു കൊടുക്കണ്ടേ? പുറത്തൊന്നും എടുത്തില്ല, വീട്ടിന്റെ മുകളിൽ നിന്നാ എടുക്കണ്. നല്ല കൂളായി ചെയ്തിക്കണ്. അതിന് നമ്മള് കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ കൂളായി ചെയ്തിക്കണോന്ന് അറിയാല്ലേ? അതെ. അപ്പൊ എന്ത് ചെയ്യും? കാണിച്ചു കൊടുക്ക. നമുക്ക് കേറി വന്നപ്പോ കുറച്ച് ഗേൾസിനൊക്കെ കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് എന്താ പറയാ മടി തോന്നി. അതുകൊണ്ടല്ലേ മടി തോന്നി. ഇതൊക്കെ കോണി. അത് വീട് കാണിച്ചേ. യെസ്. നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ആയിട്ട് മാമനെ അവിടുന്ന് പുറത്തുനിന്ന് മിസ്സായി പോയി. അതുകൊണ്ട് മാമി വീട് ഒന്ന് കാണിച്ചു തരും നിങ്ങള് നമുക്ക്? അതെ. താഴത്ത് 2 റൂം, മുകളിലൊരു റൂം, ഹാള്. നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എന്താ പറയാ സിമ്പിൾ ആയിട്ട്
സിമ്പിൾ ആയിട്ട് പക്ഷെ ഒക്കെ നൈസായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി അല്ലേ? സിമ്പിൾ ആയിട്ട് ഒക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. മുകളിലൊന്ന് താഴത്തെ രണ്ട് ഒക്കെ അത്. അതെ അതെ. അതേപോലെ തന്നെ ഇവിടെ ഒരു റൂമുണ്ട്. കിച്ചൺ ഒരു ഓപ്പൺ ടൈപ്പ് പോലത്തെ അല്ലേ? അതായത് ഇവിടെ ഇതുണ്ട് പക്ഷെ എല്ലാം കൂടെ ഓപ്പൺ ആയിട്ടല്ല. പക്ഷെ ഇവിടെ നിന്നിട്ട് ഇതാ ഇവിടെ ഇരുന്ന് വെച്ചാ ഒരു ചെയറൊക്കെ ഇട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സംഭവം. ഇത് നല്ലതാണ് ശരിക്ക്. പണ്ടത്തെ വീടുകളിൽ തിണ്ടുണ്ടാവും. തിണ്ണ, ഇതെന്താ പറയല്ലേ, തിണ്ണാന്നല്ലേ? അതെ, ആ തിണ്ണമ്മൽ ഇരുന്നിട്ട് നമ്മൾ ചായ കുടിക്കലൊക്കെ. ഇപ്പൊ നമ്മൾ എല്ലാത്തിനും ഡൈനിങ് ഹാളിൽ വന്ന് ടേബിളിൽ വന്നിട്ടാണല്ലോ കഴിക്കുക. പണ്ട് എന്തിനാന്നുള്ളത് അറിയില്ലായിരുന്നു. ഒന്നുകിൽ പണ്ട് ഈ തിണ്ണൊക്കെ അതെ 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 അതെ. നമ്മുടെ വീട്ടില് ശരിക്കും പറഞ്ഞാൽ ഹാളും കിച്ചണും കൂടെ ഒന്നിക്കാന്ന് വിചാരിച്ചു. കാരണം കിച്ചണിന്റെ അവിടെ കുറച്ചുകൂടി സ്ഥലമുണ്ട്. അപ്പൊ അന്ന് പറഞ്ഞേ അത് പറ്റൂല അത്. അസ്സലാമലൈക്കും. അതെ അതെ. നമ്മള് കേറുമ്പോ നമ്മള് കണ്ടിരുന്നു. പിന്നെ ഇപ്പോ ഇവിടെ നിന്നിട്ട് കുടുംബനാഥൻ, അതാണ് ഞാൻ വീട്ടമ്മ കഴിഞ്ഞ അതിനെ കറക്റ്റ് കൺവേർട്ട് ചെയ്യുമ്പോ വീട്ടച്ഛനാവോന്ന് വിചാരിച്ചു ഞാന്. ഗൃഹനാഥൻ. യെസ്. എന്തായാലും അടിപൊളി വീട് കിട്ടാ. നൈസായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മാമന്റെ സ്വർഗമാണ്. അല്ല എന്താണ് ഫുഡ്? വെള്ളപ്പവും സാലനും അത് മാത്രമല്ല. ഉച്ചക്ക് ലഞ്ച് അത് മാത്രം. അതല്ല ഡയറ്റിംഗ് അല്ല, ഡേറ്റിംഗ് എന്നാ പറഞ്ഞിരുന്നേ. ഇല്ല അമ്മ എന്താണ് മറിയോ എന്തിലാണ്? ഡേറ്റിങ്ങില്. മാമനെന്തോ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. വേഗം പോയോക്കാം. കറക്റ്റായി പോണ്. അവന് വെള്ളപ്പം പറഞ്ഞ് പറ്റിച്ചെന്ന് തോന്നുന്നു. നല്ല, ഞാൻ ബിരിയാണി പ്രതീക്ഷിച്ചിരുന്നു. ബിരിയാണിയാണോ ചോദിച്ചാ ബിരിയാണി തന്നെ. ബിരിയാണി എന്തേ ഇവിടെ തന്നെ നമുക്ക് ഇരിക്കാം. അപ്പൊ ഇതെന്താ കടായി ആണോ? കടായി ആണത് തോന്നുന്നു. ബിരിയാണി നല്ല മലപ്പുറം ബിരിയാണി ഇട്ടോ. അപ്പൊ ഇതിന് ഞാന് വരുമ്പോഴെ പ്രതീക്ഷിച്ചത് എനിക്കൊരു നിരാശ വന്നു. മാമൻ എന്നോട് പറഞ്ഞെന്താ അറിയോ? വെള്ളപ്പാണ്. ഞാനപ്പോ ഇങ്ങനെ ആലോചിച്ചത് നീ ശരിക്കും അതെ, അതാണ് ഞാൻ നോക്കിയത്. അതാണ് ഞാൻ ആലോചിച്ചത്. രണ്ടാമത് ഞാൻ വിചാരിച്ചത് നമ്മള് കുറച്ച് നേരത്തെ എത്തിയതിനെ കൊണ്ടാണോ എന്നുള്ളത്. കാരണം ഞാൻ ഓൾറെഡി പ്രതീക്ഷിച്ചു വന്നായിരുന്നു ബിരിയാണി കിട്ടാൻ വേണ്ടിട്ട്. നിങ്ങൾ പറഞ്ഞപ്പോ ഞാനൊന്ന് പേടിച്ചു പോയിട്ടാ, ശരിക്കും പേടിച്ചു പോയി. അതാണ് നെറ്റിക്കൽ ബിരിയാണി. അതെ, ഇത് കൊണ്ടാട്ടോ, ചിക്കൻ കൊണ്ടാട്ടോ. കണ്ടില്ല? ഓ മസാല ഈ ബിരിയാണി ഈ പീസ് കണ്ടില്ല കിടക്ക്. അയ്യവാ, ഈ മസാലയും കൂട്ടിയൊരു പിടുത്തം. എടുത്തോ ഇട്ടോ. എന്ത് എനിക്ക് ഈ പീസ് എക്സ്ചേഞ്ച് ചെയ്യാനാ? വായി എന്താ ഞാൻ ഈ ബിരിയാണി എന്ന് പറഞ്ഞേ? എങ്ങനെയുണ്ട്? സൂപ്പർ ബിരിയാണി അല്ലേ? നോ സൂപ്പർ ബിരിയാണി. എന്റെ മാമന്മാര് എല്ലാരും ബിരിയാണി ഇരിക്കും. ഇവിടെ തന്നെ ഇരിക്കും. ഇവിടെ ഇരിക്കത് എന്തായാലും ഓരെ കൂടെ തന്നെ എപ്പോഴും ഇരിക്കല്ലേ. ഇങ്ങോട്ട് ഇരിക്കും. ഇങ്ങോട്ട് ഫ്രണ്ട്സൊക്കെ എപ്പോഴും ഉണ്ടാവൂല. സാലഡ് അല്ല, കച്ചമ്പർ എന്നോട് പറഞ്ഞില്ലേ? എന്തായിരുന്നോ കച്ചമ്പർ? കച്ചമ്പർ അല്ലേ? എന്തായിരുന്നു? കച്ചമ്പർ എന്നാണോ അല്ലെങ്കിൽ എന്താണ് പറയാ? ഇത് റഫീ മാമന്റെ മോന് കേട്ടോ. എടാ അന്റെ ഇപ്പൊ ശരിക്കും അന്നെക്കാട്ടി അനിയനായിട്ട് തോന്നുമല്ലോ അല്ലേ? ആരെയും പറയലുണ്ടോ ഏട്ടനനിയനാന്നുള്ള? മാമന് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇല്ലമ്മ, മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാലും നമ്മള് കല്യാണത്തിന് വന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാമനിന്റെ ചെറുപ്പത്തിലും അതേമാതിരിയാണ് ഇപ്പോഴും അതേ. ബിരിയാണി സൂപ്പർ. ഞാൻ എന്റെ നെഞ്ച് തകർന്നു. നിങ്ങൾ ആദ്യം നേരത്തെ വെള്ളപ്പം എന്ന് പറഞ്ഞപ്പോഴേ സാലിനി. അതെ അല്ല, ഇത് കണ്ടില്ലേ? ഇനി അടുത്ത ട്രിപ്പ് ഒരു പ്രാവശ്യം കൂടി ഇടണം മോളെ. ഒന്ന് ഇട്ടെന്നെ ബിരിയാണി, ഇത്തിരി ബിരിയാണി ഇട്ടെന്നെ. വരുമ്പോഴേ ഞാൻ പ്രതീക്ഷിച്ചിരുന്നായിരുന്നു. വരി ഇറങ്ങാം, നമുക്ക് പോവാ.
നമ്മളല്ലേ മഴ പുറത്ത് മഴ അതിനോണ്ട് എന്റെ ഉപ്പന്റെ ആൾക്കാർ ഞാൻ എവിടേക്കും പോവാത്തോണ്ടേ എനിക്ക് കുടുംബം ഇല്ലാന്ന് പറയും എപ്പോഴും പറയും. അത് സത്യാണ്. ഉമ്മ എവിടെയും പോകലില്ല, നമ്മളെന്നെ ചോദിക്കും. എന്നിട്ട് നമ്മളെവിടെയെങ്കിലും പോകുമ്പോ ഉമ്മക്ക് ദേഷ്യം പിടിക്കും, ചൂട് പിടിക്കും. ഞാൻ പറഞ്ഞു ഇമ്മായിട്ട് പോണില്ല, അപ്പൊ പിന്നെ ഞമ്മക്ക് പോണേന് എന്താ പ്രശ്നം? പോവായിട്ടില്ല, നിങ്ങളായിട്ട് പറഞ്ഞേക്കായിട്ടാണ്. അല്ല പഠിച്ചോനെ അല്ലേ. ഹലോ ഹായ് ഹായ്. ഒരു നേരത്തെ വണ്ടി കയറിയിരിക്കുകയാണ്. വീണ്ടും വിളിപ്പിച്ചില്ല അവരെ. വേമാണോ കണ്ട മംഗലത്തുമ്പോ പറഞ്ഞു. ഒരു ബാക്ക് വലിവ്. അതെ ഇനി കഴിഞ്ഞ് മാമാ മാമാ. അപ്പൊ ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും മുസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പൊ വീട് ലൊക്കേഷൻ ഒന്നും ചോദിക്കരുത്, ആഴ്ചയിലൊക്കെ ഇടയ്ക്ക് വന്നുള്ളുണ്ട്. കാപ്പിയൊക്കെ കുടിച്ച് ഉറപ്പായിട്ട് വരും. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മള് ഇതാ എന്റെ അമ്മന്റെ വീട്ടില് ഒരു സ്ഥലത്തേക്ക് വന്നതാണ്. ഇവിടെ ആയിരുന്നു ഞാൻ ചെറുപ്പത്തിലൊക്കെ ഉണ്ടാവും കേട്ടോ, ഈ പാടങ്ങളിലൊക്കെ. എന്റെ ചെറിയ തുടക്കത്തിലുള്ള വ്ളോഗിൽ 1-2 വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ മാമൻ, നേരത്തെ കണ്ട മാമന്റെ വീടാണിത്. ഏത് മാമന് നമ്മളെ കൂടെ ഇന്ന് ഫുഡ് കഴിച്ചിരുന്നില്ലേ, ആ മാമന്റെ. ഹായ് പറയടാ, പോവാ നമുക്ക്. കണ്ട ഈ പാടങ്ങളൊക്കെ ഞാനിങ്ങനെ നടന്ന് കളിച്ചിരുന്ന പാടങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ കളിക്കാനൊക്കെ ഇങ്ങോട്ടാ വരിക. ആദ്യം നോക്ക്, വേറൊരു കാര്യമുണ്ട്. ഇതിലെ റോഡൊന്നും ഇല്ലായിരുന്നേ, അതിലേ ഇങ്ങനെ പോയിട്ട് ഒരു ഇതുണ്ട്, തോടുണ്ട്. ആ തോട് നമ്മൾ മുറിച്ച് കടന്നിട്ടാണ് വീട്ടിലേക്കൊക്കെ പോവുക. യെസ്, ഡോറ. അതേ അവസ്ഥ ആയിരുന്നു. ഞാനിപ്പുറത്ത് കേറാൻ നിൽക്കരുത്. ശരി, ബൈ ബൈ. അതിലെ അങ്ങോട്ട് ഇറങ്ങുമ്പോ വിളിക്കും. ഓക്കെ. ഞാന് ഇവിടെ 2 മുതൽ 5, 5, 6, 7 അങ്ങനെ എന്തോ വരെ പഠിച്ചിരുന്നു. ആ പഠിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു പോവാ. അതിലിങ്ങനെ വന്നിട്ട് ഈ പാടല്ലേ, ഇതൊക്കെ പാടായിരുന്നു കേട്ടോ. നെല്ലൊക്കെ കൃഷിയുള്ള പാടായിരുന്നു. ഇപ്പൊ വാഴയും കാര്യങ്ങളൊക്കെ ആയി പറമ്പാക്കി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതിലേക്ക് പോയിരുന്നു. ഒന്നും കാണുന്നില്ല ഇപ്പൊ. പക്ഷെ ഇതിലെ റോഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ചെറിയ പാടത്ത് കൂടെയുള്ള വരമ്പ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ ഒക്കെ റോഡൊക്കെ ആയി. റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കംപ്ലീറ്റ് റോഡായിട്ടില്ല അതാ. പക്ഷെ ഇത് തന്നെ ഭയങ്കര, ആദ്യം വണ്ടി എത്തൂലായിരുന്നല്ലോ. പിന്നെ ഉമ്മൊക്കെ ഇവിടെ ഉണ്ട്, മംഗലത്തപ്പന്റെ വീട്ടിലുണ്ട്. ഒക്കെ മൊത്തത്തില് മാറി ഭയങ്കര നെസ്റ്റോ ഫീലാണ് ഇവിടെ വരുമ്പോ. എന്തായി, എന്തൊക്കെയാണ്? അപ്പൊ അങ്ങനെ ഒരു സെറ്റ് ഓഫ് സ്ഥലത്തും അതുപോലെ തന്നെ കുടിരിക്കലും എല്ലാം കഴിഞ്ഞ് ഹാപ്പി ആയി അല്ലേ? അങ്ങനത്തെ മംഗള ഹാപ്പി ആയില്ലേ? ഉമ്മ ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയില്ല? സിംഗി ഹാപ്പി ആയാ? ഹാപ്പി ആയാ? ഹാപ്പി ആയാ? ഹാപ്പി ആയി. അപ്പൊ കൊറേ കാലത്തിന് ശേഷം നമ്മളെല്ലാരും കൂടെ ഒന്നിച്ചൊരു പരിപാടിക്ക് ഇറങ്ങിയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ നമ്മള്. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാൻ. അതുവരെയ്ക്കോ എന്തോ പറയുന്നുണ്ട്, എന്തെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.